ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇനി വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു ട്രൂ ഫീലിങ്സ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. അപ്പോഴാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലോസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് വന്നിട്ടുള്ളത് ക്യൂൺ ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പ്രെഡിൽ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് ഫുള്ളി ഒരു ബ്രേക്കപ്പ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റിലായിരിക്കാം. അതായത് ഈ ഒരു വ്യക്തി നിങ്ങളോട് പഴയതുപോലെ ഒരു പെരുമാറുന്നുണ്ടാവില്ല. ഇവർ മനഃപൂർവ്വം ചിലപ്പോൾ നിങ്ങൾക്ക് മുഖം തരുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ഇവർക്ക് തോന്നുന്ന ഒരു സമയത്ത് വന്നിട്ട് ഇവർ നിങ്ങൾക്ക് മെസ്സേജ് ഇട്ടിട്ട് പോകുന്നുണ്ടാകാം. നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ദേഷ്യമായിരിക്കും കാണിക്കുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു പേഴ്സൺ. അപ്പോൾ ആ ഒരു ടൈപ്പൊക്കെ ആയിരിക്കാം ഇവർ. അതായത് നിങ്ങളെ മനഃപൂർവ്വം ഒന്ന് അകറ്റി നിർത്തുക എന്നുള്ള ഒരു രീതിയിൽ നിങ്ങൾക്ക് തന്നെ അത് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. വലിയ അടുപ്പമൊന്നും കാണിക്കുന്നില്ലല്ലോ, എന്തോ പറ്റിയിട്ടുണ്ട്, പഴയതുപോലെയല്ല. ഇനിയിപ്പോൾ ബ്രേക്കപ്പിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങൾ എന്തുകൊണ്ടാണ് പിരിഞ്ഞത്. അല്ലെങ്കിൽ ചിലപ്പോൾ നല്ലോണം വഴക്കിട്ടിട്ട് പിരിഞ്ഞിട്ടുള്ളതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തി പിരിഞ്ഞതായിരിക്കാം. ചിലപ്പോൾ സൈലന്റ് ആയിട്ട് പോയിട്ടുണ്ടാകാം. അപ്പോൾ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കറിയാലോ പിരിഞ്ഞ ഒരു കാര്യം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിവുള്ള കാര്യമായിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സണെ കുറിച്ച് പറയുമ്പോൾ ഇവരുടെ ഒരു ഓവറോൾ എനർജി ഇതാണ്. ഇവര് തീർച്ചയായിട്ടും മനഃപൂർവ്വം അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു സെൽഫിഷ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് നിങ്ങളിൽ നിന്ന് ഇവർ സെപ്പറേറ്റഡ് ആയി പോയിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ പർപ്പസ്ഫുള്ളി ഇവർ ചെയ്ത ഒരു കാര്യമാണ് ഇത് എന്നാണ്. അതായത് ഇവർക്ക് ഇവരുടേതായിട്ടുള്ള എന്തോ ഒരു കാര്യം നേടണം, അല്ലെങ്കിൽ എന്തോ ഒരു പ്രോഫിറ്റ്, ലാഭം ഇവർക്ക് വരാനുണ്ട്. അതിന് നിങ്ങളൊരു തടസ്സമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാത അവർ ഉപേക്ഷിച്ചതായിട്ടാണ്, അല്ലെങ്കിൽ ഇത് അവരുടെ മനസ്സിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളോട് സ്മൂത്തായിട്ട് ആ ഒരു കണക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്ക് സാധിക്കാത്തത് എന്ന് തന്നെ നമുക്കിവിടെ പറയാം. അപ്പോൾ ഈ സ്പ്രെഡിൽ നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്ന ഒരു കാർഡ് എന്ന് പറയുന്നത് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് പേജ് ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ സെക്കൻഡ് ആയിട്ട് വന്നിരിക്കുന്നത് 7 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഈ ഒരു പേജ് ഓഫ് വാൻഡ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പേജസ് എന്ന് പറയുമ്പോൾ മെസ്സേജിങ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ചിലപ്പോൾ ഈ ഒരു വ്യക്തിയുടെ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇവർ വന്നിട്ടൊരു ഹായ് ഒക്കെ നിങ്ങൾക്ക് ഇടുന്നുണ്ടാവാം. കാരണം ഇവർക്ക് പെട്ടെന്ന് നിങ്ങളോടുള്ള ആ ഒരു അറ്റാച്ച്മെന്റ് ഇടയ്ക്കിടയ്ക്ക് വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് വരുമ്പോഴത്തേക്കും അവരുടെ ആ ഒരു പ്ലാനിങ് ഒക്കെ മറന്നിട്ട് ചിലപ്പോൾ ഓടി വന്നിട്ട് ഒരു എന്താ പറയാ ആ ഒരു സമയത്ത് ആ ഒരു ഇമോഷനില്ലേ അത് കാരണം വന്നിട്ടൊന്ന് മിണ്ടിയിട്ട് പോകുന്നതായിരിക്കാം. നിങ്ങൾ വിചാരിക്കും ആ ആള് എൻ്റെ അടുത്ത് വന്ന് മിണ്ടിയല്ലോ, പക്ഷെ അവസാനം കുറച്ച് സമയം കഴിയുമ്പോൾ ആളെ കാണില്ല. അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ ദേഷ്യപ്പെടും, അല്ലെങ്കിൽ റിപ്ലൈ ഉണ്ടാവില്ല. അങ്ങനെ ആ ഒരു മൈൻഡിലേക്കൊക്കെ വരാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നോ കോണ്ടാക്റ്റിലാണെങ്കിലും അതായത് ഇവർക്കൊരു ന്യൂ ബിഗിനിങ് ഒക്കെ താല്പര്യമുണ്ട് നിങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ഇവർക്ക് അറിയണം എന്ന ആഗ്രഹമുണ്ട്, അല്ല അറിയുന്നുണ്ട്. കോണ്ടാക്ട് വരാനായിട്ട് തീർച്ചയായിട്ടും ഇവർ താല്പര്യപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞത് അറ്റ് ദി സെയിം ടൈം ഇവിടെ 7 ഓഫ് കപ്സ് വന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ ആ ആൾക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ് ആണ് ഇതിലേക്ക് അവർക്ക് വരണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ വന്നു കഴിഞ്ഞാൽ ശരിയാവുമോ, എൻ്റെ ആ ഒരു പ്ലാനിങ്ങുകളും കാര്യങ്ങളൊക്കെ നടക്കുമോ, അല്ലെങ്കിൽ ഞാനിപ്പോൾ എന്തിലാണോ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത് അതെൻ്റെ കൈവിട്ട് പോകുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആ ഒരു ഓൺ ദ സ്പോട്ടിൽ തന്നെ അവർക്ക് വരികയാണ്. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ അത് വരുന്നത്. അപ്പോൾ തന്നെ പിന്നെയുള്ള ഫീലിങ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓവറോൾ ഫീലിങ്സ് എല്ലാം നല്ലതാണ്. പക്ഷെ ഈ ഒരു പേഴ്സന്റെ ഒരു മൈൻഡാണ് നമ്മൾ പറയുന്നത്, അവരുടെ ഒരു ഫീലിങ്സുകളാണ്. അതിന് ഒരു സ്റ്റെബിലിറ്റി കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതായത് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് ഇപ്പോൾ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടോ ഇഷ്ടം കൊണ്ടോ ഒക്കെ അവർക്ക് നിങ്ങളിലേക്ക് വല്ലാതെ ഓടി വരണം, അല്ലെങ്കിൽ പഴയതുപോലെ ആകണം എന്ന് അവർ വിചാരിക്കുമ്പോൾ പോലും ചില കാര്യങ്ങൾ അവർ പിറകിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്
അതാണ് നമുക്ക് പറയാനായിട്ട് പറ്റുക. അപ്പൊ ഇവിടെ ടെൻ ഓഫ് കപ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അവരുടെ ഒരു ഫാമിലി ആയിട്ടാണ് നിങ്ങളെ കാണുന്നത്. ഫാമിലി അല്ലെങ്കിൽ കൂടി ഈ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണ് ആ ഒരു രീതിയിൽ പറയേണ്ടുന്ന ഒരു റിലേഷൻഷിപ്പാണ്. അപ്പൊ അത്രയും ഒരു എന്താ പറയാ ബോണ്ടിങ് ആണ്, അത്രയും ഒരു ഹാപ്പിനെസ് നിങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ഫ്യൂച്ചർ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൂടെ തന്നെ വേണം എന്നുള്ളത് ഇവര് ആഗ്രഹിക്കുന്നുമുണ്ട്. ആ ഒരു ഫ്യൂച്ചറിൽ നിങ്ങൾ കൂടെ ഉണ്ടാകണം എന്നുള്ള ഒരു ആഗ്രഹം ഈ ഒരു പേഴ്സന്റെ മനസ്സിലുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ നമുക്ക് പിന്നീട് വരുന്ന കാർഡുകളിൽ അവരുടെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണം, നിങ്ങൾ ഉണ്ടെങ്കിലേ അത് പൂർണ്ണമാവുകയുള്ളൂ എന്നാണ്. അല്ലെങ്കിൽ അവരുടെ ആ ഒരു ലോകത്തേക്ക് നിങ്ങൾക്ക് പകരം വെക്കാൻ വേറെ ആളില്ല എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഈ ഒരു പേഴ്സണെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവര് ഭയങ്കരമായിട്ടും ഓവർ കോൺഫിഡൻസ് ആണെന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. നിങ്ങൾ ഇവരെ വിട്ട് എവിടെയും പോകാൻ പോകുന്നില്ല. ഇവര് എന്തെല്ലാം കാണിച്ചാലും ഇവർ എത്ര നാൾ കഴിഞ്ഞ് തിരിച്ചു വന്നാലും ഇനിയിപ്പോ നിങ്ങളോട് ഏറ്റവും മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറിയാലും നിങ്ങൾ ആരുടെയും കൂടെ പോകാനായിട്ട് പോകുന്നില്ല. അവരെവിടെ പോയിട്ട് വന്നാലും എങ്ങനെ പോയിട്ട് വന്നാലും തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ അവിടെ തന്നെ കാണും എന്നുള്ളത് ഇവർക്ക് ഉറപ്പായിട്ടും അറിയാവുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അവരുടെ ഒരു ഓവർ കോൺഫിഡൻസ് ആണത്. അതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഈ ഒരു പേഴ്സൺ ഇല്ല. അപ്പോൾ ഈ ഒരു ഓവർ കോൺഫിഡൻസ് കൂടി ഇവർക്കുള്ളത് കൊണ്ട് തന്നെയാണ് ഇവരുടെ ഒരു കാര്യം സാധിക്കുന്നത്. ആ ഒരു കാര്യം സാധിച്ചെടുക്കുന്നത് വരെ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ വെച്ചിരിക്കുന്നു. അതുപോലെയാണ് നമുക്കിവിടെ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുന്നത് ഒരു വലിയൊരു റെസ്പോൺസ് ഒന്നും തരാതെ നിങ്ങൾ വേദനിച്ചോട്ടെ, അതൊന്നും അവർക്കൊരു വിഷയമല്ല. പക്ഷെ എന്നാലും നിങ്ങൾ പോവില്ല. ഇപ്പോൾ എൻ്റെ ഒരു കസ്റ്റഡിയിൽ ഒരു സാധനം ഉണ്ട്, അതിൻ്റെ ഒരു കാര്യങ്ങളും അതോറിറ്റിയൊക്കെ ഞാനാണെങ്കിൽ ഞാൻ ചെന്നെടുത്താലും അതെൻ്റെ എടുത്തില്ലെങ്കിലും അതെൻ്റേത് തന്നെയാണ്, അത് ആരും എടുത്തിട്ട് പോവില്ല, അത് അവിടെ തന്നെ ഉണ്ടാവും. എന്നാൽ അതിന് വലിയ വിലയും കാര്യങ്ങളൊന്നുമില്ല. എവിടെയെങ്കിലും ഇത് വിട്ടിട്ട് പോകാം, ആരും അത് എടുക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ ഒരു സെയിം മൈൻഡാണ് ഈ ഒരു പേഴ്സന്റെ. ഇവർക്കറിയാം ഇത് എൻ്റെ ഒരു പ്രോപ്പർട്ടി ആണ്, ഇത് എവിടെയും പോവില്ല, ഞാൻ എന്തൊക്കെ കാണിച്ചാലും അത് അവിടെ ഇരുന്നോളും. ഇപ്പോൾ കരഞ്ഞു പിഴിഞ്ഞിരുന്നാലും ഒക്കെ ശരി, അങ്ങനെ അങ്ങ് ഇരുന്നോളും എന്നവർക്ക് വ്യക്തമായിട്ട് ധാരണയുണ്ട്. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് കാരണം കൂടിയിട്ടാണ് അവര് ഈ ഒരു നിങ്ങളിലേക്കുള്ള വരവ് അല്ലെങ്കിൽ ആ ഒരു അടുപ്പം പയ്യെ പയ്യെ ഒരു നീട്ടി കൊണ്ടുപോകുന്നത്. കാരണം നമുക്കെപ്പോഴും ഈ ഒരു എന്താ പറയാ ഒരു കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറയുന്ന പോലെ നമുക്ക് കിട്ടാൻ പാടുള്ള ഒരു സാധനത്തിൻ്റെ അടുത്താണ് കൂടുതലായിട്ടും ആളുകൾ കിട്ടാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. അല്ലെങ്കിൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു പേടി ഉണ്ടാവും. അപ്പൊ ഇവിടെ ഒരു പേഴ്സൺ നിങ്ങളെ കുറിച്ച് ഒരു പേടിയുമില്ല. നിങ്ങൾക്ക് എപ്പോ നിങ്ങളുടെ അടുത്തേക്ക് വന്നാലും നിങ്ങൾ അവൈലബിൾ ആണ്. ഇവർക്ക് വേണ്ടി 24 മണിക്കൂറും അവൈലബിൾ ആയിട്ട് നിങ്ങൾ ഇരിക്കുകയാണ് എന്നുള്ളത് അവർക്കറിയാം. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഇതേപോലെ ഒരു ഇമോഷൻസ് വൈബൊക്കെ കയറി വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഫുൾ മൂണിലേക്കൊക്കെ വരുമ്പോൾ അങ്ങനെ ആ ഒരു എനർജീസ് ആ ഒരു എനർജീസിലേക്ക് ഒരു സ്നേഹത്തിലേക്ക് റൊമാൻറ്റിക്കിലേക്കൊക്കെ വരുന്ന ടൈമിലൊക്കെ ഓടി വന്ന് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് മിണ്ടുന്നുണ്ടാവും. അപ്പോൾ പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഒരു ആവശ്യത്തിനാണ് അവർ വരുന്നത്. നിങ്ങൾ പോവില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഇവർ ഈ രീതിയിൽ കാണിക്കുന്നത് നിങ്ങളുടെ അടുത്ത്. അതേപോലെ നമുക്കിവിടെ 4 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പേഴ്സൺ അറിയാം ചിലപ്പോൾ ഇവരുടെ ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ നിങ്ങളാണ് എന്ന് കാര്യങ്ങളൊക്കെ ഇവർക്ക് അറിയാമായിരിക്കാം. പക്ഷെ ചില ആളുകൾക്ക് അത് അങ്ങനെ അറിയണമെന്നുമില്ല. പക്ഷെ ഈ ഒരു ട്വിൻ ഫ്ലെയിം എന്ന വാക്കൊന്നും ആൾക്ക് അറിയണമെന്നുണ്ടാവുകയില്ല. ടാരറ്റ്സ് അറിയുന്ന വ്യക്തികളൊന്നും ആയിരിക്കില്ല. എന്നാലും നമ്മൾക്കൊരു എല്ലാ മനുഷ്യനും ഉണ്ടല്ലോ, ഒന്നും അറിയില്ല, നമുക്ക് ടാരറ്റ്സ് അറിയില്ല അല്ലെങ്കിൽ ഇതേ കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയില്ലെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തോന്നുമല്ലോ, എന്തോ ഒരു കണക്ഷൻ ഉണ്ട് ഈ ഒരു പേഴ്സണുമായിട്ട്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ നമുക്ക് വലിച്ചെറിഞ്ഞ് കളയാനായിട്ട് പറ്റാത്തത് എന്നൊരു തോന്നലുണ്ടാവും. അപ്പോൾ ആ ഒരു ഫീലിങ്സ് ഇവർക്കുമുണ്ട് നിങ്ങളെക്കുറിച്ച്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ ഒരുമിച്ചുണ്ടായിരുന്ന കാര്യങ്ങൾ, സമയത്തുണ്ടായ കാര്യങ്ങൾ അല്ലെങ്കിൽ സെലിബ്രേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു പേഴ്സൺ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തോ അവർക്ക് നേടാനുണ്ട്. ഒരു പക്ഷേ അത് ഒരു ഫൈനാൻഷ്യൽ പരമായ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് സെറ്റ് ചെയ്ത് തീർക്കാനുണ്ടാവാം. ഏതെങ്കിലും ഒരു പ്രോബ്ലംസ് അവരുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻസ് ഒക്കെ കൊണ്ടുവരേണ്ടതായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആകാം. ചിലപ്പോൾ കുറേ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കാം. ആരോടെങ്കിലും ഇവർക്കൊരു കടപ്പാടുണ്ടാകാം. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്യണം. അതിനുള്ള ഒരു സാവകാശമാണ് ഇപ്പോൾ ഈ ഒരു പേഴ്സൺ എടുത്തുകൊണ്ടിരിക്കുന്നത്.
ഒരു പക്ഷേ നിങ്ങളോട് കൂടുതൽ നല്ല രീതിയിൽ സംസാരിച്ചാൽ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് അടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ അതിന് അനുവദിക്കില്ല. അല്ലെങ്കിൽ ചിലരാണെങ്കിൽ ഇങ്ങനെ ആ ഒരു കാര്യങ്ങളിലേക്കൊക്കെ പോകാൻ സമ്മതിക്കില്ല. ഇവരുമായിട്ട് എൻഗേജ്ഡ് ആയിട്ട് കൂടുതൽ സമയം ഇരിക്കാനായിട്ട് നിർബന്ധിക്കും. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട് ഈ വ്യക്തി. അങ്ങനെ ഇപ്പോൾ ഒന്ന് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ അങ്ങനെ വർത്താനം പറഞ്ഞ സമയം കളയാനോ ഒന്നും നിങ്ങളിലേക്ക് വരാനൊന്നും അവർക്ക് കഴിയുന്നില്ല എന്നുള്ളൊരു എനർജി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് ഇവർ ചിന്തിക്കുക. അപ്പോൾ ഇവിടെ ഇവർ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്, എന്തോ ഒരു കാര്യം ഇവർക്ക് കിട്ടാനായിട്ട് അല്ലെങ്കിൽ നടപ്പിലാക്കാനായിട്ട് ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നാണ് കാണുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഇവരുടെ മൈൻഡിലുള്ളത്, അപ്പോൾ ഇത് തന്നെയാണ് നമുക്കിവിടെ ഈ പറയുന്നത് 7 ഓഫ് പെന്റക്കിൾസ്. ആ ഒരു ഗ്രോത്ത് നോക്കിയിരിക്കുകയാണ് ഈ ഒരു പേഴ്സൺ. എപ്പോഴാണ് അത് വരുന്നത്? ഇപ്പൊ ഇതിനകത്ത് കണ്ടില്ലേ, ഇതിനകത്ത് കുറേ നമ്മളിവിടെ കാണാം പെന്റക്കിൾസ്. അതായത് ഒരു പെന്റക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്തോ ഒരു സക്സസ്, ഫ്രൂട്ട്സ്, സീഡ് എന്നിങ്ങനെ പല രീതിയിൽ നമുക്ക് ഇതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തോ ഒരു കാര്യത്തിന് അവർ പ്ലാൻ ചെയ്ത് അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ച് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ഒരു സക്സസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യം സെറ്റ് ആകുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പും പഴയതുപോലെ തന്നെ ആവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇവരിയ്ക്കുന്നത്. മേ ബി ഇതിനകത്തുള്ള ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ കുറച്ച് ഒരു മിഡിൽ ഏജ് അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള ഒരു വ്യക്തികളായിരിക്കും. വലിയൊരു ടീനേജർ ആകാനുള്ള സാധ്യതയില്ല. അപ്പോൾ ആ ഒരു രീതിയിലുള്ള, അല്ലെങ്കിൽ ഇനിയിപ്പോൾ യങ് ആണെങ്കിൽ പോലും വളരെ ഒരു മെച്യൂറായിട്ട് കാര്യങ്ങൾ കണ്ടു തീരുമാനിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അതായത് ഈ ഒരു വ്യക്തി അത്ര ഒരു റൊമാൻറ്റിക് ഭയങ്കര ആ ഒരു ടൈപ്പ് അല്ല എന്ന രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുപോലെ അപ്പോൾ അവർ ഒരു വെയിറ്റിംഗ് എനർജിയിലാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തോ ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിയട്ടെ എന്നിട്ട് വരാം എന്നൊക്കെയുള്ള ഒരു എനർജിയിലാണ് ഇപ്പോൾ ഇവരുള്ളത്. അതേപോലെ തന്നെ ഇവിടെ ഒരു കിങ് ഓഫ് പെന്റക്കിൾസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കിങ് ഓഫ് കപ്സും നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കിങ് ഓഫ് കപ്സും കിങ് ഓഫ് പെന്റക്കിൾസും വരുമ്പോൾ ഇതൊരു ട്രസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന നല്ലൊരു എനർജിയാണ് എന്ന് പറയാം. അതായത് അവരുടെ ചുറ്റുമുള്ളവർ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കണം എന്നൊക്കെ വിചാരിക്കുന്ന തരത്തിലുള്ള എനർജീസ് തന്നെയാണ്. അതായത് ഇനി ഇവർ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേബിൾ ആയിട്ട് വരണം എന്ന് ഇവർ ആലോചിക്കുന്നുണ്ട്. പക്ഷെ പല സമയത്തും അവരുടെ ഒരു മൈൻഡ് കൈവിട്ട് പോകുന്നുണ്ട്. കാരണം ചിലപ്പോൾ നിങ്ങളുടെ മെമ്മറീസ് ഒക്കെ വരുന്നത് കൊണ്ടോ ഓരോ കാര്യങ്ങൾ ഓർക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ഉണ്ടാകുന്നതുകൊണ്ടായിരിക്കാം ഇവർ പതിയെ അതിൽ നിന്ന് ഒഴിവാകാനായിട്ട് വലിഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഒരു 4 ഓഫ് കപ്സിന്റെ ഒരു എനർജി വരുന്നുണ്ട്. അതിലേക്ക് വരുമ്പോൾ അവർ ചില സമയങ്ങളിലൊക്കെ അവരിങ്ങനെ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ വരുന്ന സമയത്ത് ആ പഴയ ഒരു സന്തോഷത്തിൽ ആ ഒരു ഓർമ്മകളിൽ അവരൊരു സ്വർഗം സൃഷ്ടിക്കുന്നു എന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനെ ഔട്ട് ഓഫ് മൈൻഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന രീതിയിൽ അവർ നിങ്ങളെക്കുറിച്ചും നിങ്ങൾ ആ ഒരു പഴയ റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയങ്ങളൊക്കെ ഉണ്ട് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു സമയത്ത് മറ്റുള്ള ആളുകളൊക്കെ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്, എന്തിനെക്കുറിച്ചാണ് ഇത്രമാത്രം ചിന്തിക്കുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടാകുക ഈ ഒരു പേഴ്സന്റെ അടുത്ത്. പിന്നീട് നമുക്കിവിടെ വരുന്നത് ഒരു 6 ഓഫ് സോഡ്സിന്റെ കാർഡാണ്. അപ്പോൾ ഇവിടെ ഇവർ ഭയങ്കരമായിട്ട് പ്രാക്ടീസാണ് ഈ ഒരു വ്യക്തി. അതായത് ഇവരെക്കുറിച്ച് പറയാനുള്ളത്, അതുകൊണ്ട് തന്നെ ഞാനൊരു മെച്യൂർ ആണെന്ന് പറഞ്ഞത് കാരണം ഇവർക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ ഇമോഷണലി ഇവർ ഡൗൺ ആകുമ്പോൾ അപ്പോൾ തന്നെ ഇവർ ഉടനെ തന്നെ അതിൽ നിന്ന് പ്രാക്ടീസ് ചെയ്ത് പൊങ്ങി വരുന്നുണ്ട്. അവർ തന്നെ അവരെ കൂടുതലായിട്ട് ഡൗൺ ആയിട്ട് ഇരിക്കാനായിട്ട് അനുവദിക്കുന്നില്ല. പെട്ടെന്നൊരു നിരാശ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് പോകുമ്പോൾ ഉടനെ തന്നെ അടുത്തൊരു മൊമെന്റിൽ ഒരു പ്രതീക്ഷയിലേക്ക് അവർ വീണ്ടും അവരെ തന്നെ ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. അതായത് ഇവരുടെ ഒരു വിഷമത്തിന്റെ ഗ്രാഫ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും കംപ്ലീറ്റ്ലി ആ ഒരു ഹൈയിലേക്കും അവർ പോകുന്നില്ല. അങ്ങനെ ജസ്റ്റ് താഴേക്ക് പോകുന്നു, പിന്നെ അവർ തന്നെ പ്രാക്ടീസ് ചെയ്ത് കയറ്റിക്കൊണ്ട് വരുന്നു, ആ ഒരു രീതിയിൽ പോകുന്നു. പിന്നെ നമുക്ക് വരുന്ന ഒരു കാർഡ് കിങ് ഓഫ് കപ്സിന്റെ ഒരു കാർഡാണ്. അപ്പം ഇവിടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് ഇവർക്ക് അറിയാം. അവർ വളരെ ഇമോഷണലി വളരെ അൺസ്റ്റേബിൾ ആണ്, അവർക്ക് വിഷമങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനും ഇവർക്ക് നന്നായിട്ട് അറിയാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ ആൾക്കാർ ചോദിക്കുന്ന, അല്ലെങ്കിൽ എന്താണ് ഇവരൊരു മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്നത് പോലെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഏതോ ഒരു സ്വപ്ന ലോകത്തിരിക്കുന്ന പോലെ ഇരിക്കുന്നത്
ചിലപ്പോൾ അവരുടെ വീട്ടിലുള്ളവരോ ആരെങ്കിലുമൊക്കെ തന്നെ ആയിരിക്കാം ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അത് ആൾക്കാരെ കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിക്കരുത് എന്ന് കരുതി വേഗം തന്നെ എനിക്കൊരു കുഴപ്പവും ഇല്ല, ഞാൻ വളരെ ഹാപ്പിയാണ് എന്ന രീതിയിലേക്ക് അവര് തിരിച്ച് അവരെ തന്നെ കൊണ്ടുപോരും. ഇങ്ങനെ എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ചില സമയത്ത് ആ ഒരു പാസ്റ്റ് ലീവ് ചെയ്ത് കളയും ആ ഒരു വ്യക്തി. അപ്പൊ ആ ഒരു നിങ്ങളുടെ മെമ്മറീസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ ആ ഒരു എന്തൊക്കെയോ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം. അപ്പൊ അതെല്ലാം അവര് ഓർക്കുന്ന സമയത്ത് വീണ്ടും അത് അവർ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. അതായത് ഒരു ഹീലിംഗ് അവർക്ക് സാധ്യമാവുന്നുണ്ട്. എന്തൊക്കെ ചിന്തകൾ വന്നാലും അവർ ആ ഒരു ഹീലിംഗിലേക്ക് പോകും. അപ്പോൾ ഇവര് ഇവിടെ വളരെയധികം പ്രാക്ടിക്കലാണ്. ഇവർക്ക് ഇവരുടേതായിട്ടുള്ള എയിമും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ ആ ഒരു കാര്യം അവര് ആഗ്രഹിച്ചു വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് എന്തോ ഒരു ഒരു ഡിസിഷൻ അവരെടുത്തിട്ടുണ്ട്, എന്തോ ഒന്നിലേക്ക് എത്തിപ്പെടാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് നടത്തി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവിടെ ഈ ഒരു പേഴ്സൺ ശരിക്കും നിങ്ങളിലേക്ക് വരികയുള്ളൂ എന്നാണ് പറയാനായിട്ട് പറ്റുക. കാരണം ഇവിടെ നിങ്ങളുടെ ഇപ്പോൾ ഈ പല ഇമോഷൻ കാർഡുകളിലൂടെ നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നത് പലതരത്തിലുള്ള ഇമോഷൻസിലൂടെ ഇവർ കടന്നു പോകുന്നു. പക്ഷെ ലാസ്റ്റ് ഇവർ ചെയ്യുന്നത് ഈ ഒരു 4 ഓഫ് സോഡ്സ് വരുമ്പോൾ ഒരു ആക്ഷൻ എടുക്കുന്നില്ല. കാരണം എടുത്തു കഴിഞ്ഞാൽ ശരിയാകുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇവിടെ പലയിടത്തും ഉണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് നിങ്ങളോട് സ്നേഹവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അവർ ഒരു സൗകര്യപൂർവ്വം അത് മാറ്റിവെക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള ഒരു ഓവർ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയും പോകില്ല എന്നുള്ള ഒരു എനർജിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയം വരുമ്പോൾ എന്നാൽ പിന്നെ ആക്ഷൻ ഒന്നും വേണ്ട എന്ന് വിചാരിച്ചിട്ട് അവരിയ്ക്കും. അപ്പോൾ ഇങ്ങനെ അവരുടെ മനസ്സിൽ ഇങ്ങനെ തികട്ടി വരുന്നു നിങ്ങളെക്കുറിച്ചുള്ള മെമ്മറീസ് ഒക്കെ, നല്ല നല്ല കാര്യങ്ങളൊക്കെ അവർക്ക് അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു, ഓർക്കുന്നു ഒക്കെ ഉണ്ട്. അതായത് ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു സേഫ് സോണിലാണ് അവരിപ്പോൾ നിൽക്കുന്നത്. ആ ഒരു സേഫ് സോണിൽ തന്നെ അങ്ങനെ കാര്യങ്ങൾ പോട്ടെ, ഇത് ഇങ്ങനെ പോകുന്നതായിരിക്കും എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കാൻ, അല്ല എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടിക്കലായിട്ട് നോക്കുമ്പോൾ നല്ല രീതിയിൽ പോകാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത് ഇങ്ങനെ പോകുന്നതാണ് നല്ലത് എന്നവർ ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തോന്നൽ അവർക്കുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു നമുക്കിവിടെ 4 ഓഫ് പെൻറ്റക്കിൾസ് കാർഡ് വന്നിട്ടുണ്ട്. അത് ഒരു പക്ഷേ നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഈ ഒരു പേഴ്സൺ മണി മൈൻഡഡ് ആണെന്ന് നമുക്ക് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവർ വളരെയധികം പൊസസീവ് ഉള്ള ഒരു ആൾക്കാരായിരിക്കാം. ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ വേറെ ആൾക്കാരോട് മിണ്ടുന്നതോ അല്ലെങ്കിൽ നിങ്ങളെ അത്ര ഫ്രീ ആയിട്ട് വിടാനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിച്ചിട്ടുണ്ടാവില്ല. ഇവരെ കുറിച്ചൊരു ബൗണ്ടറീസ് ഒക്കെ നിങ്ങൾക്ക് വെച്ചിട്ടുണ്ടാവാം. അല്ല, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, ഞാൻ പറയുന്നത് പോലെ കേൾക്കണം എന്നൊക്കെ പറഞ്ഞിരുന്ന വ്യക്തികളാകാം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ വേറെ ആരുടെയും അടുത്ത് പോകുന്നതൊന്നും അവർക്ക് ഇഷ്ടമല്ല. അതേസമയം അവർക്ക് ഉറപ്പുണ്ട് ഈ ഒരു വ്യക്തി എനിക്ക് വേണ്ടിയിട്ട് അവിടെ തന്നെ കാണും എന്നൊരു ഉറപ്പും അവർക്കുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു മണി മൈൻഡഡ് ആകാമെന്ന്. ചിലപ്പോൾ ആ ഒരു പണത്തിന് ഇവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാകാം. എവിടെയാണ് ഇവർക്ക് സുഖ സൗകര്യങ്ങൾ, അല്ലെങ്കിൽ പണം, അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റാറ്റസ്, ഇനിയിപ്പോൾ വീട്ടുകാരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അവർക്കൊരു ഫൈനാൻഷ്യൽ ബാക്കപ്പ് ഉണ്ടാകുന്നു, അങ്ങനെയൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടാകാം. അപ്പോൾ ആ ഒരു രീതിയിൽ ഇവർക്ക് എന്തോ ഒരു പ്ലാനിങ് ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണ് അവർ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർ പ്ലാനിങ് കഴിയുന്നത് വരെ നിങ്ങളിലേക്ക് വന്നാൽ ശരിയാവില്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു എനർജി ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിഫിക്കേഷൻ തരേണ്ടി വരും എന്നുള്ളത് കൊണ്ടും ആകാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഞാൻ തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു മൈൻഡ് ഇവർക്കുണ്ട്. ഇവരുടെ ഒന്ന് സെറ്റിൽഡ് ആയതിനു ശേഷം വരാം എന്നുള്ളത് ഇവർ ചിന്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. പക്ഷേ നിങ്ങളോട് കൂടുതൽ ഇപ്പോൾ ഒരു അറ്റാച്ച്ഡ് ആവാനായിട്ട് ശ്രമിക്കുന്നില്ല, അതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് അത്രയും ഒരു അടുപ്പം ആവണ്ട, ഇതാണ് നല്ലതെന്ന് വിചാരിച്ചിട്ടും ആകാം. അല്ലെങ്കിൽ മറ്റാരെങ്കിലും പേടിച്ചിട്ടും ആകാം. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഉള്ളതും കൂടി പോകുമെന്ന് വിചാരിച്ചിട്ടും ആവാം. അതിപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മാസ്റ്റർ കാർഡ് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് വാൻസിൻ്റെ ഒരു കാർഡാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരും. പക്ഷെ ഇവിടുത്തെ ഒരു ഓവറോൾ എനർജി നോക്കുമ്പോൾ പറയാൻ പറ്റുന്നത് പെട്ടെന്ന് അങ്ങനെ ഓടി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. പല കാര്യങ്ങളും ഇങ്ങനത്തെ ഒരു ചിന്തകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെ ആ ഒരു വിചാരിക്കുന്ന ആ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളും വേഗം നടന്നു കഴിഞ്ഞാൽ ഇവർ വേഗത്തിലെത്തും. അത് ഓരോ പേഴ്സൻ്റെയും ഓരോ സാഹചര്യങ്ങൾ അനുസരിച്ചിരിക്കും. നമ്മൾ പറയില്ല, എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഒരേപോലെ കിട്ടണമെന്നില്ല.
പല രീതികളിലാണ് അത് ലഭിക്കുക. അപ്പോൾ ഇവർ വിചാരിച്ച കാര്യം ഫാസ്റ്റായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് എത്തുന്ന ആ ഒരു സമയം ഫാസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് ഇവിടെ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരും എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. അത് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റും. പക്ഷെ അവരുടേതായിട്ടുള്ള ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ വരുവുള്ളൂ എന്ന് നമുക്ക് എടുത്ത് പറയേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരും എന്ന് ഞാൻ പറഞ്ഞെങ്കിലും നിങ്ങൾക്കത് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സക്സസ് അല്ല ഇതെന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതുകൂടി നമുക്ക് ഈ ഒരു കാർഡിന്റെ റീഡിങ്ങിന്റെ സ്പ്രെഡിൽ നമുക്ക് പറയേണ്ടതായിട്ട് വരും. നിങ്ങൾ കുറച്ചൊന്ന് കഷ്ടപ്പെടേണ്ടി വരും, അല്ലെങ്കിൽ കുറച്ചൊന്ന് മാനസിക വിഷമങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം കിട്ടുന്ന ഒരു വിജയമാണ് ഇതെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കം ഉണ്ടാകും. ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരും. അതൊക്കെ ഓക്കെ തന്നെയാണ്, അതെല്ലാം ഓക്കെയാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ട് നിങ്ങളും കൂടി കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും, വിഷമങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു കാര്യവും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ എടുത്തു നോക്കാം. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് വന്നിരിക്കുന്നത് റെഡ് കളറാണ്. അതുപോലെ തന്നെ നമ്പർ 51 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 46 നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ നമ്പർ 33 നമുക്ക് കിട്ടുന്നുണ്ട്. 2002 എന്ന് പറയുന്നൊരു വർഷം. വിത്തിൻ 72 hours എന്ന് പറയുന്നൊരു പോസിബിലിറ്റി. ലെറ്റർ എസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. യോഗ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ലെറ്റർ എ നമുക്ക് കിട്ടുന്നുണ്ട്. 1981 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 39 കിട്ടുന്നുണ്ട്. നമ്പർ 8 കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ലെറ്റർ പി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1986 എന്ന് പറയുന്നൊരു വർഷം നമുക്ക് കിട്ടുന്നുണ്ട്. നെയിൽ പോളിഷ് എന്ന് പറയുന്ന ഒരു ക്ലൂ. നെയിൽ പോളിഷിനോടൊക്കെ ഒത്തിരി ക്രേസ് ഉള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. ലെറ്റർ എം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ പെറ്റ് ലവേഴ്സ്, പെറ്റിനെയൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളുകളാകാൻ ചാൻസ് ഉണ്ട്. 1999 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നു. ദിസ് മന്ത് എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 52 നമുക്ക് കിട്ടുന്നുണ്ട്. സ്പിരിച്വൽ പാത്ത് എന്ന് പറയുന്ന ഒരു ക്ലൂ കിട്ടുന്നുണ്ട് നമുക്ക്. 1989 കിട്ടുന്നു. നമ്പർ 26, ലെറ്റർ ഇസഡ്, ബ്ലൂ കളർ. നമ്പർ 36, 7 days എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. സിംഗിങ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ലോങ് നെയിൽ കിട്ടുന്നുണ്ട്. നമ്പർ 37 കിട്ടുന്നു. ലെറ്റർ വൈ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 24 കിട്ടുന്നുണ്ട്. നമ്പർ 49 കിട്ടുന്നു. നെക്സ്റ്റ് മന്ത് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. എബ്രോഡുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ എന്ന് വിചാരിക്കുന്നു. നമ്പർ 47 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സെക്കൻഡ് സ്റ്റഡി ഇട്ടിട്ടുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ. അല്ലെങ്കിൽ ലെറ്റർ എക്സ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. 1998 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ ഈസ് നമ്പർ 35. അപ്പോൾ ഇത്ര ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ക്ലൂസും റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.